ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് 100 ഡേയ്സ് ചലഞ്ചിൻ്റെ 32ാമത്തെ ദിവസമായിട്ടാണ്. ഇപ്പോൾ നമ്മൾ സാമ്പത്തിക ശാസ്ത്രമാണ് ടോപ്പിക് വൈസ് പഠിച്ചുകൊണ്ട് പോകുന്നത് അല്ലേ. അപ്പോൾ ഈ സാമ്പത്തിക ശാസ്ത്രത്തിൽ വാണിജ്യ ബാങ്കുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പിന്നെ നമ്മൾ SCRT ഇതിനോടൊപ്പം നിങ്ങൾ പഠിച്ചു പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാ ദിവസവും ഓരോ ചാപ്റ്റർ വെച്ചിട്ട് പഠിക്കണം. പിന്നെ നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രപ്പോസിഷൻസാണ്. അത് ഈ ആഴ്ച കൊണ്ട് നിങ്ങൾ പഠിച്ചു തീർത്താൽ മതി. അപ്പോൾ ഇന്ന് നമുക്ക് വാണിജ്യ ബാങ്കുകൾ നോക്കാം. വാണിജ്യ ബാങ്കുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ബാങ്കിങ് മേഖലയിലെ ഏറ്റവും പഴക്കമുള്ളതും ധാരാളം ശാഖകളുള്ളതുമായ സംവിധാനമാണ് ഈ വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത്. ജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അതൊക്കെ ജനങ്ങൾക്ക് വേണ്ടി തന്നെ, അതായത് വാണിജ്യം, വ്യവസായം, കൃഷി ഇവയ്ക്കൊക്കെ വേണ്ടിയിട്ട് വായ്പകൾ നൽകുകയും ചെയ്യുന്ന ബാങ്കുകളാണ് വാണിജ്യ ബാങ്കുകൾ. ഏതൊക്കെ തരത്തിലുള്ള ബാങ്കുകളാണ് പൊതുമേഖല വാണിജ്യ ബാങ്കിൽ ഉൾപ്പെടുന്നതെന്ന് നോക്കാം. അതായത് രണ്ട് തരത്തിലാണുള്ളത്. പൊതുമേഖല വാണിജ്യ ബാങ്കുകളും ഉണ്ട്, സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള വാണിജ്യ ബാങ്കുകളും ഉണ്ട്. അപ്പോൾ അതിൽ പൊതുമേഖല വാണിജ്യ ബാങ്കുകൾ ഏതൊക്കെയാണെന്നാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ദേശസാൽകൃത ബാങ്കുകൾ, അതുപോലെ ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്കുകൾ ഇതൊക്കെ ചേർന്നതാണ് പൊതുമേഖല വാണിജ്യ ബാങ്കുകൾ. ഓക്കെ, ഇനി സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ബാങ്കുകളുണ്ട്, വാണിജ്യ ബാങ്കുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ളത് സ്വകാര്യ ഇന്ത്യൻ വാണിജ്യ ബാങ്കുകളും സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകളുമാണ്. അതിൽ സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ എന്ന് വെച്ചാൽ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായിരിക്കും, പക്ഷേ ആ ബാങ്കിൻ്റെ ആസ്ഥാനം വിദേശത്ത് പ്രവർത്തിക്കുന്നതായിരിക്കും. അത്തരം ബാങ്കുകളാണ് സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകളെന്ന് അറിയപ്പെടുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാണിജ്യ ബാങ്കുകൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കും, അതുപോലെ വായ്പകൾ കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ വാണിജ്യ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സമ്പാദ്യ നിക്ഷേപം, പ്രചലിത നിക്ഷേപം, സ്ഥിര നിക്ഷേപം, ആവർത്തിത നിക്ഷേപം. ഈ വാക്കുകളൊന്നും നമുക്ക് ചിലപ്പോൾ ഫെമിലിയർ ആയിരിക്കില്ല, പക്ഷേ ഇതിൻ്റെ ബ്രാക്കറ്റിൽ അതിൻ്റെ ഇംഗ്ലീഷ് പേരുകൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വളരെ ഫെമിലിയറാണ്. നോക്കാം. സമ്പാദ്യ നിക്ഷേപം സേവിങ്സ് ഡെപ്പോസിറ്റ്, പ്രചലിത നിക്ഷേപം എന്ന് പറഞ്ഞാൽ കറൻറ്റ് ഡെപ്പോസിറ്റ്, സ്ഥിര നിക്ഷേപം ഫിക്സഡ് ഡെപ്പോസിറ്റ്, ആവർത്തിത നിക്ഷേപം എന്നുള്ളത് റിക്കറിങ് ഡെപ്പോസിറ്റാണ്. അപ്പോൾ ഇത്തരം ഡെപ്പോസിറ്റുകളാണ് വാണിജ്യ ബാങ്കുകൾ സ്വീകരിക്കുന്നത്. ഇനി ഇതെന്തൊക്കെയാണെന്ന് നോക്കാം. കുറേ പേർക്കൊക്കെ അറിയണതായിരിക്കും. ഇപ്പോൾ സേവിങ്സ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ സമ്പാദ്യ നിക്ഷേപം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാനായിട്ടുള്ള അവസരം നൽകുന്ന പദ്ധതിയാണ്. അതായത് നമുക്ക് നിയന്ത്രണങ്ങൾക്കൊക്കെ വിധേയമായി നമുക്ക് നിക്ഷേപിക്കാം. ആ നിക്ഷേപത്തിൽ നിന്ന് നമുക്ക് പണം പിൻവലിക്കാനൊക്കെ സാധിക്കും. അതിനെയാണ് സമ്പാദ്യ നിക്ഷേപം എന്ന് പറയുക. അടുത്തത് പ്രചലിത നിക്ഷേപം അല്ലെങ്കിൽ കറൻറ്റ് ഡെപ്പോസിറ്റ്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസം തന്നെ എത്ര പ്രാവശ്യം വേണമെങ്കിലും നിക്ഷേപിക്കാം. അതിന് വലിയ കൺട്രോളൊന്നുമില്ല, നിയന്ത്രണങ്ങളൊന്നുമില്ല. നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും നിക്ഷേപിക്കാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും പിൻവലിക്കാം. പക്ഷേ ഇത്തരം നിക്ഷേപങ്ങളുടെ പ്രത്യേകത, ഇത് കറൻറ്റ് ഡെപ്പോസിറ്റ് ആയതുകൊണ്ട് ഇതിന് പലിശയൊന്നും ലഭിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ നമ്മളുടെ നാട്ടിൽ വ്യവസായികളും വ്യാപാരികളൊക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് ഇത്തരം നിക്ഷേപങ്ങളാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാറുള്ളത്. അടുത്തത് സ്ഥിര നിക്ഷേപം. നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണ്. നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റാണ്. അതായത് നമുക്ക് ഒരു നിശ്ചിത കാലയളവിലേക്ക് പണം നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം, അതിനനുസരിച്ചുള്ള ഒരു പലിശ നമുക്ക് കിട്ടുകയും ചെയ്യും. അടുത്തത് ആവർത്തിത നിക്ഷേപമാണ്. അതായത് റെക്കറിങ് ഡെപ്പോസിറ്റ്. അതായത് നമുക്കൊരു നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും ബാങ്കിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കാം. അതിനാണ് ആവർത്തിത നിക്ഷേപം അല്ലെങ്കിൽ റെക്കറിങ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു മാസത്തിൽ ഒരു ദിവസം വെച്ചിട്ട്, ഇപ്പോൾ എല്ലാ 5-ാം തീയതി ഒരു 10,000 രൂപ വെച്ചിട്ട് നമ്മൾ നിക്ഷേപിക്കുന്നു. അപ്പോൾ ഒരു നിശ്ചിത തുക വീതം പ്രത്യേക കാലയളവിലേക്ക്, ഒരു കൊല്ലത്തേക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ ബാങ്കിൽ പറഞ്ഞിട്ട് നമ്മളൊരു റെക്കറിങ് നിക്ഷേപം അവിടെ കൊടുക്കും. അപ്പോൾ റെക്കറിങ് നിക്ഷേപത്തിന് പലിശ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ സ്ഥിര നിക്ഷേപത്തിനാണ് ഏറ്റവും കൂടുതൽ പലിശയുള്ളത്. അപ്പോൾ അതിനേക്കാൾ കുറവായിരിക്കും ഈ ആവർത്തിത നിക്ഷേപത്തിന്. പക്ഷേ നമ്മുടെ സമ്പാദ്യ നിക്ഷേപം ഉണ്ടല്ലോ, ആദ്യത്തെ സേവിങ്സ് ഡെപ്പോസിറ്റ്, ആ നിക്ഷേപത്തിനേക്കാളൊക്കെ കുറച്ചും കൂടി കൂടിയ പലിശ ഇതിന് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ വാണിജ്യ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങളെക്കുറിച്ച് കണ്ടു. ഇനി വാണിജ്യ ബാങ്കുകൾ നൽകുന്ന വായ്പകളെക്കുറിച്ചാണ്. രണ്ട് തരത്തിലുള്ള വായ്പകളാണ്, പണവായ്പ അതുപോലെ ഓവർ ഡ്രാഫ്റ്റ്. പണവായ്പ എന്ന് പറഞ്ഞാൽ ക്യാഷ് ക്രെഡിറ്റ്, അതുപോലെ ഓവർ ഡ്രാഫ്റ്റ്. അപ്പോൾ എന്താ പണവായ്പ എന്ന് നോക്കാം.
അതായത് ആസ്തികളുടെ ജാമ്യത്തിന്മേൽ ആവശ്യക്കാരനായ ആൾക്ക് അതുപോലെ സ്ഥാപനങ്ങൾക്കും നൽകുന്ന വായ്പ തന്നെയാണ് പണവായ്പ എന്ന് പറയുക. അപ്പോൾ അതിന് നമ്മൾ ജാമ്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണം. ഇപ്പോൾ നമ്മളുടെ ആധാരോ അല്ലെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ജാമ്യമായിട്ട് നമ്മൾ കൊടുക്കണം. അതിനെയാണ് പണവായ്പ എന്ന് പറയുക. അടുത്തത് ഓവർ ഡ്രാഫ്റ്റ്. അതായത് ഇപ്പോൾ ഒരു വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിൽ കുറച്ച് കാശുണ്ടെന്ന് വിചാരിക്കുക. അതിനേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാൻ ബാങ്ക് നൽകുന്ന അവസരമാണ്. അതൊരു തരം വായ്പയായിട്ടാണല്ലോ കൊടുക്കുന്നത്. അത്തരം അവസരത്തെയാണ് അതിനെയാണ് നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുക. അപ്പോൾ ഈ എന്താ പറയുക, നമ്മൾ ഈ നേരത്തെ പറഞ്ഞില്ലേ പ്രചലിത നിക്ഷേപത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, അതായത് കറണ്ട് ഡെപ്പോസിറ്റിൽ അതിൽ വ്യവസായികളും വ്യാപാരികളൊക്കെ കുറേ പ്രാവശ്യം പണം ഒരു ദിവസം തന്നെ നിക്ഷേപിക്കും, കുറേ പ്രാവശ്യം പണം പിൻവലിക്കും അങ്ങനെ. അപ്പോൾ അവർക്ക് അവരുടെ എന്താ പറയുക ഒരു റോളിങ്ങാണ്, ക്യാഷ് റോളിങ്ങാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രചലിത നിക്ഷേപം ഉള്ള ആളുകൾക്ക് ബാങ്കുകൾ നൽകുന്നൊരു സൗകര്യമാണ് ഈ ഓവർ ഡ്രാഫ്റ്റ്. ഇനി ഈ ബാങ്കുകൾ വായ്പ നൽകുമ്പോൾ ഈട് സ്വീകരിക്കും, ജാമ്യമായിട്ട് ഈട് സ്വീകരിക്കും നമ്മൾ പറഞ്ഞില്ലേ. എന്തൊക്കെയാണ് സ്വീകരിക്കുക എന്നാണ് കൊടുത്തിട്ടുള്ളത്? ഭൗതിക ആസ്തികൾ, അതായത് വസ്തുവിൻ്റെ ആധാരമോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഗോൾഡോ, അതൊക്കെയാണ് ഭൗതിക ആസ്തികളായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്ഥിര നിക്ഷേപങ്ങൾ, നമുക്ക് എന്തെങ്കിലും ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്താൽ മതി. അതുപോലെ ലൈഫ് ഇൻഷുറൻസ്, അതുപോലെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ക്യാഷിൻ്റെ സർട്ടിഫിക്കറ്റ്സ് കാണിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ശമ്പളപത്രം, അതായത് നമ്മുടെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചിട്ടും നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് SBI ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് അതിൻ്റെ പഴയ പേരാണ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. 1921 ജനുവരി 27 ഈ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത്. അതിന് ആ പേര് നിർദ്ദേശിച്ച ആളുടെ പേരാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, JM കെയ്ൻസ്. ഇമ്പീരിയൽ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറിയത് 1955 ജൂലൈ 1-നാണ്. 1955 ജൂലൈ 1-നാണ്. ഇനി കുറേ പ്രത്യേകതകളുള്ള ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBI. അതായത് കുറേ ചോദ്യങ്ങളുടെ ഉത്തരമാണ് SBI. അപ്പം നമുക്ക് ആ ചോദ്യങ്ങൾ എന്താണ് നോക്കാം. അതായത് ഇന്ത്യയിൽ ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. 2004-ലാണിത് സ്ഥാപിതമാകുന്നത്. ഒഴുകുന്ന ആദ്യത്തെ ATM ഇന്ത്യയിലെ, അത് കൊച്ചിക്കും വൈപ്പിനും ഇടയിലാണ് 2004 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒഴുകുന്ന ആദ്യത്തെ ATM സ്ഥാപിച്ചത്. ഇനി ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ശാഖകളുള്ള ഇന്ത്യൻ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേലിൽ ശാഖയുണ്ട്. ഇസ്രായേലിൽ ആദ്യമായിട്ട് ഇന്ത്യൻ ശാഖ തുടങ്ങിയ ഇന്ത്യൻ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതുപോലെ ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ബാങ്കും SBI ആണ്. അതുപോലെ വർക്ക് ഫ്രം ഹോം, അതായത് മൊബൈൽ സാങ്കേതിക വിദ്യയിലൂടെ വീട്ടിലിരുന്ന് ജോലികൾ ചെയ്യാനുള്ള സൗകര്യം ആരംഭിച്ച ആദ്യത്തെ ബാങ്ക് SBI ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള പൊതുമേഖലാ വാണിജ്യ ബാങ്ക് SBI ആണ്. അതുപോലെ തന്നെ നമ്മുടെ ചൈനയുടെ ഏറ്റവും പുതിയ ഒരു സംവിധാനവുമായിട്ട് ലിങ്ക് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതായത് ചൈനയുടെ ദേശീയ നൂതന പേയ്മെൻറ്റ് സംവിധാനവുമായിട്ടാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലിങ്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിനും എൻക്യാഷ് ചെയ്യുന്നതിനും അധികാരമുള്ള ഇന്ത്യയുടെ ഏക ബാങ്കാണ് SBI. ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യാനും എൻക്യാഷ് ചെയ്യാനും. അതുപോലെ ഡോർ സ്റ്റെപ്പ് ബാങ്കിങ് സർവീസ്, അതായത് 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് വേണ്ടിയിട്ടും അതുപോലെ ഭിന്നശേഷിക്കാർക്കും വേണ്ടി അവർക്ക് ബാങ്കിൽ വന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അതിനു വേണ്ടി ഉള്ള സൗകര്യമാണ് ഡോർ സ്റ്റെപ്പ് ബാങ്കിങ് സർവീസ്. അത് ആദ്യമായിട്ട് ആരംഭിച്ചത് SBI ആണ്. അതുപോലെ ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുവാൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗ്രീൻ കാർ ലോൺ ആരംഭിച്ചത് SBI ആണ്. ഗ്രീൻ കാർ ലോൺ ആരംഭിച്ചത് SBI ആണ്. അതുപോലെ ആസാദി കാ അമൃത് മഹോത്സവിൻ്റെ ഭാഗമായിട്ട്, അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആസാദി കാ അമൃത് മഹോത്സവം എന്ന് പറയുന്നത്. ആ ആസാദി കാ അമൃത് മഹോത്സവിൻ്റെ ഭാഗമായിട്ട് ഉത്സവ് ഡെപ്പോസിറ്റ് ആരംഭിച്ച ബാങ്ക് SBI ആണ്. ഉത്സവ് ഡെപ്പോസിറ്റ്.
അതുപോലെ പെൻഷൻകാർക്ക് അവരുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് എടുക്കുന്ന സമയത്ത് അവരുടെ സൗകര്യത്തിന് വേണ്ടി വീഡിയോ ലൈഫ് സർട്ടിഫിക്കറ്റ് സേവനം ആരംഭിച്ച് ഇന്ത്യയിലെ പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ് SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനി SBI ആരംഭിച്ചൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ് യോനോ, YONO, അതായത് യു ഓൺലി നീഡ് വൺ. അതാണ് അതിൻ്റെ ഫുൾ ഫോം, യു ഓൺലി നീഡ് വൺ. അതായത് കുറേ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കാനായിട്ട് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണിത്. യോനോയുടെ ബ്രാൻഡ് അംബാസിഡർ സ്വപ്ന ബർമൻ. അതൊരു ഹെപ്റ്റാത്തലിൻ താരമാണ്, ഹെപ്റ്റാത്തലിൻ അല്ലെങ്കിൽ ഹെപ്റ്റാത്തലോൺ എന്ന് പറയും നമ്മൾ. ഹെപ്റ്റാത്തലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മിക്സഡ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ആണ്. അതായത് റണ്ണിങ്, ജമ്പിങ്, അതുപോലെ ത്രോയിങ് ഇവൻറ്റ്സ് ഒക്കെ. അതായത് ഓടി വന്നിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങളുടെ ജമ്പ് ചെയ്തിട്ട് പോയിട്ട് പിന്നെ ത്രോ ചെയ്യുന്ന അങ്ങനത്തെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ആണ്. അതിലെ ഒരാളാണ്, അതിലൊരു താരമാണ് സ്വപ്ന ബർമൻ. അവരാണ് ബ്രാൻഡ് അംബാസിഡർ ഓഫ് യോനോ. ഇനി SBI ആരംഭിച്ച കാർഡ്ലെസ് സർവീസ് ഉണ്ട്, അതിന് നമ്മൾ യോനോ ക്യാഷ് എന്നാണ് പറയുക. യോനോ ക്യാഷ് കാർഡ്ലെസ് സർവീസാണ് SBI ആരംഭിച്ചത്, യോനോ ക്യാഷ്. അതുപോലെ മോപാഡ് അതിൻ്റെ ഫുൾ ഫോം മൾട്ടി ഓപ്ഷൻ പേയ്മെൻറ്റ് ആക്സെപ്റ്റൻസ് ഡിവൈസ് എന്നാണ്. മൾട്ടി ഓപ്ഷൻ പേയ്മെൻറ്റ് ആക്സെപ്റ്റൻസ് ഡിവൈസ്. അത് SBI ആരംഭിച്ച ഒരു യൂണിഫൈഡ് പേയ്മെൻറ്റ് ടെർമിനലാണ്. മോപാഡ്. ഇനി നമുക്കറിയാം SBI ലയനം, അതായത് SBIയിൽ ഒരു 6 ബാങ്കുകൾ ഒന്നിച്ച് 2017 ഏപ്രിൽ 1 SBIയിൽ ലയിച്ചിട്ടുണ്ട്. അപ്പോൾ SBIയിൽ ലയിപ്പിച്ച ബാങ്കുകളുടെ പേരുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 2017 ഏപ്രിൽ 1 ഈ ലയനം നടന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനീർ ആൻഡ് ജയ്പൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ആൻഡ് ഭാരതീയ മഹിളാ ബാങ്ക്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭാരതീയ മഹിളാ ബാങ്കിനെ കുറിച്ചാണ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പൂർണ്ണമായും വനിതകൾ നിയന്ത്രിച്ചിരുന്ന ഒരു ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കായിരുന്നു ഭാരതീയ മഹിളാ ബാങ്ക്. ന്യൂഡൽഹി ആയിരുന്നു അതിൻ്റെ ആസ്ഥാനം. ഇന്ദിരാഗാന്ധിയുടെ 96ാമത്തെ ജന്മദിനത്തിൽ ഉദ്ഘാടനം ചെയ്ത ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. 2013 നവംബർ 19 ഭാരതീയ മഹിളാ ബാങ്ക് നിലവിൽ വരുന്നത്. ഇനി നമുക്കറിയാം ഈ ഭാരതീയ മഹിളാ ബാങ്ക് ഇപ്പോൾ SBIയിൽ ലയിച്ചിട്ടുണ്ട്. അതെന്നാണ് ലയിച്ചത്? 2017 ഏപ്രിൽ 1 ലയിച്ചത്. ഇനി ഈ മഹിളാ ബാങ്ക് ആരംഭിച്ച 3ാമത്തെ രാജ്യമാണ് കേട്ടോ ഇന്ത്യ. ആദ്യം ആരംഭിച്ചത് 1ാമത്തെ രാജ്യം പാകിസ്ഥാൻ, 2ാമത്തെ രാജ്യം ടാൻസാനിയയാണ്. 3ാമത്തെ രാജ്യമാണ് മഹിളാ ബാങ്ക് ആരംഭിച്ച 3ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇനി ഈ മഹിളാ ബാങ്കിൻ്റെ മുദ്രാവാക്യമാണ് വനിതാ ശാക്തീകരണം, ഇന്ത്യയുടെ ശാക്തീകരണം. ഇനി കേരളത്തിൽ മഹിളാ ബാങ്കിൻ്റെ ആദ്യത്തെ ശാഖ നിലവിൽ വരുന്നത് തിരുവനന്തപുരത്തുള്ള മണക്കാട് എന്ന സ്ഥലത്താണ്. മണക്കാട്, തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രാഞ്ച് നിലവിൽ വരുന്നത് മുംബൈയിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് SBIയുമായിട്ട് 2017 ഏപ്രിൽ 1 ഇത് SBIയുമായിട്ട് ലയിച്ചു. അടുത്തത് ICICI ബാങ്കാണ്. ഇതിൻ്റെ പൂർണ്ണനാമം ഫുൾ ഫോം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബാങ്ക്. എന്താണ്? ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബാങ്ക്. അതാണ് ICICI ബാങ്കിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. 1994 ഇത് രൂപീകരിച്ചത്. ആദ്യത്തെ ഇതിനും കുറേ സവിശേഷതകളുണ്ട് കേട്ടോ. കുറേ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറാണ് ICICI ബാങ്ക്. അപ്പോൾ ആദ്യത്തെ യൂണിവേഴ്സൽ ബാങ്കാണ് ICICI ബാങ്ക്. അതുപോലെ മൊബൈൽ ATM ആദ്യമായിട്ട് അവതരിപ്പിച്ച ബാങ്കാണ്. അതുപോലെ ഇൻ്റർനെറ്റ് ബാങ്കിങ് സംവിധാനം ആദ്യമായിട്ട് ആരംഭിച്ച ബാങ്കാണ്. 1998 കേട്ടോ ഇൻ്റർനെറ്റ് ബാങ്കിങ് സംവിധാനം ഇവർ ആരംഭിക്കുന്നത്. അതുപോലെ ഡിജിറ്റൽ ആപ്ലിക്കേഷൻ ഫോം, അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കറണ്ട് അക്കൗണ്ടുകൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഡിജിറ്റൽ ആപ്ലിക്കേഷൻ ഫോം ആരംഭിച്ച ബാങ്കാണ് ICICI ബാങ്ക്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി കറൻസി നോട്ടുകളുടെ സോർട്ടിങ്ങിന് വേണ്ടി റോബോട്ടുകളെ ഉപയോഗിച്ച ബാങ്കും കൂടിയാണ് ICICI ബാങ്ക്. കറൻസി നോട്ടുകളുടെ സോർട്ടിങ്ങിന് വേണ്ടി റോബോട്ടുകളെ ഉപയോഗിച്ച ബാങ്കാണ്
അതുപോലെ FD ഹെൽത്ത് എന്ന പദ്ധതി ആരംഭിച്ച ബാങ്കാണ്. അതൊരു സൗജന്യ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് FD ഹെൽത്ത് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് 2 മുതൽ 3 ലക്ഷം രൂപ വരെ കുറഞ്ഞത് 2 വർഷത്തേക്ക് സ്ഥിര നിക്ഷേപം നടത്തുന്ന, അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്ന വ്യക്തികൾക്ക് 1 വർഷം സൗജന്യ മെഡിക്കൽ ഇൻഷുറൻസ് ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് FD ഹെൽത്ത്. അത് ആരംഭിച്ചത് ICICI ബാങ്കാണ്. അതുപോലെ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇടം പിടിച്ച ബാങ്കാണ് ICICI ബാങ്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കാണ്, ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സ്ഥാനം പിടിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കാണ് ICICI ബാങ്ക്. പിന്നെ ഒരു മൊബൈൽ ഫോണുകളിൽ ഡിജിറ്റൽ ബാങ്കിങ് സംവിധാനം ആരംഭിച്ച ബാങ്കാണ് ICICI ബാങ്ക്. അത് പോക്കറ്റ്സ് എന്ന പേരിലാണ് അത് ആരംഭിച്ചത്. പോക്കറ്റ്സ് എന്ന പേരിൽ മൊബൈൽ ഫോണുകളിൽ ഡിജിറ്റൽ ബാങ്കിങ് സംവിധാനം ആരംഭിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിതമായത് 1894 മെയ് 19 സ്ഥാപിതമായത്. 1894 മെയ് 19 സ്ഥാപിച്ചു. 1895 ഏപ്രിൽ 12 പ്രവർത്തനം ആരംഭിക്കുന്നത്. 1895 ഏപ്രിൽ 12 പ്രവർത്തനം ആരംഭിച്ചത്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകൻ ലാലാ ലജ്പത് റായ് ആണ്. ലാലാ ലജ്പത് റായ് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ പൊതുമേഖലാ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്ക് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ പൊതുമേഖലാ ബാങ്കാണ്. അതുപോലെ പൂർണ്ണമായിട്ടും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് തുടങ്ങിയ ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് എന്നുള്ള ബഹുമതിയും പഞ്ചാബ് നാഷണൽ ബാങ്കിനാണുള്ളത്. അതുപോലെ സ്വയം പിരിഞ്ഞു പോകൽ, അതായത് VRS എടുത്ത് പോകാൻ നമുക്കിപ്പോൾ വളരെ സുപരിചിതമായ ഒന്നാണ്, അത് കേട്ടിട്ടുണ്ടാവും. VRS എടുത്ത് സ്വയം പിരിഞ്ഞു പോകൽ, അതായത് റിട്ടയർ ആവുന്നതിന് മുന്നേ സ്വയം പിരിഞ്ഞു പോകൽ പദ്ധതി, അത് ആദ്യമായിട്ട് നടപ്പിലാക്കിയ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. ഇനി പ്രിവെൻറ്റീവ് വിജിലൻസ്, അതൊരു പോർട്ടലാണ്. 2019 സെപ്റ്റംബറിൽ പ്രിവെൻറ്റീവ് വിജിലൻസ് പോർട്ടൽ ആരംഭിച്ച ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. അതുപോലെ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ 128ാമത്തെ വാർഷികമാണ് 2022 നമ്മൾ ആഘോഷിച്ചത്. അത് 2022 ഏപ്രിൽ സ്ഥാപക ദിനത്തിൻ്റെ 128ാം വാർഷികം ആഘോഷിച്ച ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. അടുത്തത് പറയാൻ പോകുന്നത് IDBI ബാങ്കാണ്. IDBI ബാങ്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത, പൊതുമേഖലാ വിഭാഗത്തിൽ നിന്നും സ്വകാര്യ മേഖലയിലേക്ക് മാറ്റപ്പെട്ട ഇന്ത്യൻ ബാങ്കാണ് IDBI ബാങ്ക്. അത് സ്വകാര്യ മേഖലാ ബാങ്കായിട്ട് പുനഃസ്ഥാപിക്കുന്നത് 2019 ജനുവരി 21 ശരിക്കും IDBI ബാങ്ക് നിലവിൽ വരുന്നത് 1964 ജൂലൈ 1 അത് പക്ഷേ പിന്നീട് അത് സ്വകാര്യ മേഖലയിലേക്ക് മാറ്റപ്പെട്ടു. അപ്പോൾ സ്വകാര്യ മേഖലാ ബാങ്കായി പുനഃസ്ഥാപിതമായ വർഷമാണ് 2019 ജനുവരി 21. ഇനി IDBIയുടെ ആസ്ഥാനം മുംബൈയാണ്. IDBIയുടെ ആസ്ഥാനം മുംബൈയാണ്. ഇനി ഇതിലെ പ്രത്യേകത, നമുക്കറിയാം പൊതുമേഖല വിഭാഗത്തിൽ ഉള്ള ബാങ്കായിരുന്നു IDBI. അത് പിന്നീട് സ്വകാര്യ മേഖലയിലേക്ക് എന്തുകൊണ്ട് മാറ്റപ്പെട്ടു എന്ന് നമുക്ക് സംശയം ഉണ്ടാവും. അതായത് ഈ IDBIയുടെ 51% ഓഹരിയും ഇൻഷുറൻസ് സ്ഥാപനമായ LIC സ്വന്തമാക്കി. അപ്പോൾ പിന്നെ IDBIക്ക് ഷെയർ കുറവായി. അതുകൊണ്ടാണ് അത് പൊതുമേഖല പദവി നഷ്ടപ്പെട്ട് സ്വകാര്യ മേഖലയിലേക്ക് മാറ്റപ്പെട്ടത്. അടുത്തത് നെടുങ്ങാടി ബാങ്ക്. കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് നെടുങ്ങാടി ബാങ്കാണ്. അത് സ്ഥാപിച്ചത് അപ്പു നെടുങ്ങാടിയാണ്. അപ്പു നെടുങ്ങാടി. നെടുങ്ങാടി ബാങ്ക് രൂപം കൊണ്ട വർഷം 1899 1899. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. കേരളത്തിലെ ആദ്യത്തെ ബാങ്കാണ്. അതുപോലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. ഇത് 2003 നെടുങ്ങാടി ബാങ്കിനെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. 2003. അപ്പോൾ ഇത്രയാണ് വാണിജ്യ ബാങ്കുകളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇതിൽ കൂടുതൽ പോയിൻറ്റുകൾ നിങ്ങൾ വേറെ സോഴ്സുകളിൽ നിന്നൊക്കെ ശേഖരിച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പറ്റാവുന്ന സോഴ്സുകളൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം.
പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മളുടെ നെഗറ്റീവ് പറഞ്ഞ് പിന്തിരിപ്പിക്കാനും നമ്മളുടെ പഠനത്തെ നിർത്താനും ഒക്കെ ഒരുപാട് പേര് കാണും. സപ്പോർട്ട് ചെയ്യാൻ വളരെ കുറവും. നമ്മളെ ആര് തളർത്തുന്നു, ആര് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതൊന്നും എണ്ണിയെടുക്കേണ്ട ഒരു സമയമല്ല ഇത്. നമ്മുടെ സപ്പോർട്ട് നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വരേണ്ടത്. നമ്മുടെ ഉള്ളിൽ നിന്ന് നെഗറ്റീവ് വന്നാൽ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് പുറത്ത് നിന്നുള്ള നെഗറ്റീവുകളായാലും പോസിറ്റീവുകളായാലും നമ്മളെ ഒരു തരത്തിലും ബാധിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന പോസിറ്റീവ്സാണ് നമുക്ക് കൂടുതൽ ശക്തി നൽകുക. അപ്പോൾ ചുറ്റുമുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കാൻ അതിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല പലപ്പോഴും എനിക്ക് തോന്നാറുള്ളത്, എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ, നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർ പലരും ചിലപ്പോൾ PSC പഠിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയില്ലേ, ജോലി കിട്ടിയില്ലേ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു എന്ന് വരാം. പക്ഷേ നിങ്ങൾ അതിനെ നെഗറ്റീവായിട്ട് കണ്ട് അയ്യോ എന്നെ കളിയാക്കുന്നു എന്ന് ആലോചിച്ചാലേ പ്രശ്നമുള്ളൂ. പക്ഷെ നിങ്ങൾ മറിച്ച് ചിന്തിച്ച് നോക്കൂ, നമ്മോടുള്ള സ്നേഹം കൊണ്ട് അവർ ചോദിക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മളെ സ്നേഹിക്കുന്നു. അപ്പോൾ നമ്മൾ അവർക്ക് തിരിച്ച് ഒരു നല്ല ജോലി നേടി കാണിച്ചു കൊടുക്കണം. അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അതല്ലാതെ അവരെന്നെ കളിയാക്കുന്നു അപ്പോൾ ആ വാശിക്ക് പഠിക്കാതെ, അതായത് അവരോടുള്ള വാശിക്ക് പഠിക്കുക, അങ്ങനെ ഒരു വാശിയുടെ ആവശ്യമില്ല. നമ്മളെല്ലാം എന്താ പറയുക, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന പോസിറ്റീവ്സിനാൽ വളരാനായിട്ട് ശ്രദ്ധിക്കണം. ഞാനൊരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക്